നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്താതെയും മഹല്ല് കമ്മിറ്റിയുടെ യാതൊരുവിധ അനുമതിയും വാങ്ങാതെയും ഡോക്ടറായ ഭർത്താവ് രഹസ്യമായി രണ്ടാം വിവാഹം കഴിച്ചതിനെതിരെ നീതി തേടി ഭർത്തൃവീടിന് മുന്നിൽ മകളുമായി സമരം നയിച്ച യുവതി. ചാവക്കാട് ഇടക്കഴിയൂർ സ്വദേശിനിയും പ്രൊഫഷണൽ ഡോക്ടറുമായ ആയിഷ മുഹമ്മദാണ് ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫിന്റെ വീടിന് മുന്നിൽ അതിശക്തമായ ഉപരോധ സമരം നടത്തുന്നത്. കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ ആയിഷ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ പരിഹാരവുമില്ലാതെ തുടരുന്നതോടെ സംഭവസ്ഥലത്ത് കടുത്ത തർക്കവും വലിയ സംഘർഷാവസ്ഥയുമുണ്ട്. തങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷങ്ങൾ പിന്നിടുകയാണെന്നും ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വത്ത് കുറവാണ്, സ്വർണം വേണ്ടത്ര കൊണ്ടുവന്നില്ല എന്നൊക്കെ ആരോപിച്ച് ശാരീരികമായും മാനസികമായും കടുത്ത പീഡനങ്ങളാണ് ഭർത്താവിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും താൻ അനുഭവിച്ചതെന്ന് ആയിഷ കണ്ണീരോടെ മറുനാടൻ മലയാളിയോട് പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് മംഗലാപുരത്ത് രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ മുറിക്കുള്ളിൽ പൂട്ടിയിടുക വരെ ചെയ്തുവെന്നും ഒടുവിൽ മംഗലാപുരം പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെയും സഹായത്തോടെയുമാണ് താൻ തിരികെ നാട്ടിലേക്ക് എത്തിയതെന്നും അവർ വെളിപ്പെടുത്തി. എന്നാൽ താനുമായുള്ള വിവാഹബന്ധം നിയമപരമായി നിലനിൽക്കെ തന്നെ കോഴിക്കോട് പൂവാറ്റുപുറമുള്ള ഒരു മഹലിൽ വെച്ചാണ് ഭർത്താവ് രഹസ്യമായി രണ്ടാം വിവാഹം കഴിച്ചതെന്ന് ആയിഷ കൃത്യമായി ആരോപിക്കുന്നു. 100 പവൻ സ്വർണ്ണാഭരണങ്ങളും വൻ തുകയും വാങ്ങിയാണ് 2013 ഇയാൾ തന്നെ കല്യാണം കഴിച്ചത്. എന്നാൽ ഇപ്പോൾ ആ സ്വർണവും പണവും തിരികെ നൽകാതെയും സ്വന്തം മകൾക്ക് യാതൊരുവിധ സംരക്ഷണ ചെലവും നൽകാതെയുമാണ് ഇയാൾ വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നത്. സ്വന്തം മഹലിന്റെ അനുമതിപത്രം പോലും വാങ്ങിയിട്ടില്ല. മറ്റൊരു മഹലിൽ പോയി ഇയാൾ രണ്ടാമത്തെ കല്യാണം നടത്തുകയും ചെയ്തു എന്നതും ആയിഷ വ്യക്തമാക്കുന്നുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ നിന്നും നിയമപരമായ അനുകൂല ഉത്തരവ് തേടി എത്തുമ്പോഴേക്കും ഭർത്തൃവീട്ടുകാർ കടുത്ത ക്രൂരതയും കാണിച്ചു. കോടതി ഉത്തരവുമായി എത്തിയ തങ്ങളെ കണ്ടതോടെ ഭർത്തൃവീട്ടുകാർ വീട് പൂട്ടി വെള്ളവും കറണ്ടും വിച്ഛേദിച്ച് സ്ഥലം വിട്ടു. നീതിക്കായി ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ആയിഷയെ ഭർത്താവിന്റെ ബന്ധുക്കൾ തടയാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും വലിയ വാഗ്വാദം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇവർ ഇവിടെ അനധികൃതമായിട്ടാണ് കയറാൻ നോക്കുന്നതെന്നും കേസ് കോടതിയിൽ നടക്കുന്ന കാര്യമായതിനാൽ കോടതി തീരുമാനിക്കട്ടെ എന്നുമാണ് ഭർത്തൃവീട്ടുകാരുടെ ന്യായീകരണം. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ആയിഷ നാട്ടിലെ പ്രമുഖരെയെല്ലാം വിളിച്ച് 100 പവൻ സ്വർണം നൽകി ഔദ്യോഗികമായി നടന്ന കല്യാണം കഴിഞ്ഞ് വന്ന താൻ വലിഞ്ഞു കയറി വന്നതാണെന്ന് ഇവർ പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെന്നും വേദനയോടെ സാക്ഷ്യപ്പെടുത്തുന്നു. 20-ാം വയസ്സിൽ ഇഷ്ടപ്പെട്ടു എന്നതാണ് താൻ ചെയ്ത തെറ്റെന്ന് കോടതി ഉത്തരവ് ഉയർത്തിക്കാട്ടി അവർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ താൻ പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ സമാന രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധി പെൺകുട്ടികളുടെ കഥകൾ താൻ കേട്ടുവെന്നും ഇതിനെതിരെയുള്ളൊരു ശക്തമായ ഫൈറ്റ് കൂടിയാണ് തന്റെ സമരമെന്നും അവർ വ്യക്തമാക്കുന്നു. തന്റെ 100 പവൻ സ്വർണവും 15 ലക്ഷം രൂപയും തിരികെ കിട്ടണമെന്നും 10 വയസ്സുള്ള മകളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നും ആവശ്യപ്പെട്ട് പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് ഉറച്ച നിലപാടിലാണ് ആയിഷ. MD പാത്തോളജിസ്റ്റായ ഭർത്താവ് ഡോക്ടർ അലി കഴിഞ്ഞ 6 വർഷമായി കുട്ടിക്ക് 5 പൈസ പോലും ചെലവിന് നൽകിയില്ല. മുസ്ലിം സമുദായത്തിനുള്ളിൽ ഇത്തരം രണ്ടാം വിവാഹങ്ങൾ നടക്കുമ്പോൾ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കാൻ സംവിധാനങ്ങളില്ലാത്തത് വലിയ അനീതിയാണെന്നും അതിൽ അടിയന്തര മാറ്റങ്ങൾ വരണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്റെ അടുത്തോടെ പോരാടുകയാണ് ഈ യുവതി.